എല്ലാം മുറിയോളം പണിയെടുത്ത് ഇത്രയും കാലം ഇപ്പോഴും ശരിക്കും ഞങ്ങളെ കൊണ്ട് ഉമ്മാനെ നല്ലപോലെ ഒന്ന് അവയെങ്കിലും കൂടി ചെയ്യാൻ പറ്റി. ഓരോ ഉപ്പമാരൊക്കെ കാണുമ്പോൾ എനിക്ക് സങ്കടമാണ്. ഞാനത് ആസ്വദിച്ചില്ല. ഉപ്പാനെ ഞാൻ ആസ്വദിച്ചിട്ടില്ല. അറിയില്ല, എനിക്ക് പെങ്ങളും പോയി. പക്ഷെ ഞാനും അനിയനും വീട്ടിലുണ്ടാവും. അപ്പൊ ഈ അനിയനോ എനിക്കും തരാൻ വേണ്ടിയിട്ട് ഈ ഉമ്മ ശരിക്കും കഴിക്കാതെ, പണ്ടത്തെ കാലത്ത് നമ്മൾ തുണിയാണല്ലോ എടുത്തിരുന്നത്, ഒരു പുള്ളി തുണി ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നത്. ആ തുണിയിൽ ഇങ്ങനെ തിരിയിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങൾ അൽഹംദുലില്ലാഹ് സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ വീഡിയോയിൽ വന്നതെന്ന് വെച്ചാല്, ഒരുപാട് ആളുകൾ കമന്റിലൂടെ ഒക്കെ ചോദിച്ചിട്ടുണ്ട്, അല്ലാതെയും ചോദിച്ചിട്ടുണ്ട് നിങ്ങളെ സ്ഥലം കറക്റ്റ് എവിടെയാണെന്ന്. കാരണം നമ്മൾ ഒരുപാട് ആളുകളോട് പറയാറുണ്ട് നമ്മൾ തിരേപ്ര അഞ്ചുമൂലന്റെ വീടെന്ന്. ഞങ്ങൾക്ക് ഒരുപാട് ഇപ്പോ 71,000 ചില സബ്സ്ക്രൈബ് വന്ന്. അപ്പൊ അറിയണ ഒരുപാട് പേരുണ്ട്, നമ്മളെ പറ്റി അറിയണ ഒരുപാട്. പക്ഷെ അറിയാത്ത ഒരുപാട് പേരുണ്ട്. ഒരുപാട് ചോദിക്കുന്നുണ്ട് നിങ്ങളെ വീട് എവിടെയാണ്, നിങ്ങൾക്ക് ആരൊക്കെ ഉണ്ട്, നിങ്ങൾ എങ്ങനെയുണ്ട്. അപ്പൊ അത് അറിയാത്തവർക്ക് വേണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് വന്നവരും നമ്മളെ വീഡിയോ കണ്ട് വന്നവരൊക്കെ നമ്മളെ പറ്റി അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കും വേണ്ടിയിട്ടാണ്. അപ്പൊ വീടിനോട് അറിയണോല് ഇങ്ങനെ പറയുമ്പോ ഒന്നും തോന്നരുത്, ഞങ്ങൾക്ക് എല്ലാം അറിയാലോ എന്നല്ല. പക്ഷെ ഞങ്ങൾക്ക് എല്ലാം അറിയാം. പക്ഷെ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. വീണ്ടും വീണ്ടും സബ്സ്ക്രൈബേഴ്സ് പുതിയത് പുതിയത് ഇങ്ങനെ വരുമ്പോഴേ അവർക്ക് നമ്മളെ കുറിച്ച് അറിയില്ല. നമ്മൾ ഈ വീഡിയോ ശരിക്ക് നമ്മുടെ നാടിനെ കുറിച്ചൊക്കെ ചെയ്തിട്ടുണ്ട് ഏകദേശം വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ നമുക്ക് അധികം വ്യൂസ് ഒന്നും തോന്നുന്നുണ്ടെങ്കിൽ ആരും നമുക്ക് സബ്സ്ക്രൈബ് ഒക്കെ കുറവായിരുന്നു. അപ്പോ ഞങ്ങളെ കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞത്, അതെ, അതായത് ഉപ്പാന്റെ ഉമ്മാന്റെ സ്ഥലം തിരേപ്ര അഞ്ചുമൂല എന്ന് പറയും. അതായത് പാലക്കാട് ഡിസ്ട്രിക്ട് ആണ്. അല്ല, ഞമ്മളത് പറയും. നമ്മളെ സ്ഥലം കറക്റ്റ് താമസിക്കുന്നത് മലപ്പുറം ജില്ലയിലെ, കേരളം മലപ്പുറം ജില്ലയിലെ എടരിക്കോട് എടരിക്കോട് മമ്മാലിപ്പടി അങ്ങോട്ട് പോന്നിട്ട്, അതായത് കറക്റ്റ് പറഞ്ഞാല് കാക്കാത്തടം, ചെർശോല കാക്കാത്തടാണ് ഞങ്ങൾ താമസിക്കുന്നത്. മലപ്പുറം ഡിസ്ട്രിക്ട് ആണ്. അവിടെ എന്റെ വീട് ചെറുശോല കുട്ടാട്ടപ്പാറ. ഞങ്ങൾ രണ്ടാളെ വീടും ഒരു 1/2 കിലോമീറ്ററിന്റെ അകലുള്ളൂ, നടക്കാനുള്ളതുള്ളൂ. അപ്പോ പറഞ്ഞു എന്താന്ന് വെച്ചാല് ഞങ്ങളെ സ്ഥലം ഇതാണ്. എന്റെ പേര് മൈമൂന, ഇവരെ പേര് മുസ്തഫ. പിന്നെ ഞങ്ങൾക്ക് 4 മക്കളാണ്, ആൺകുട്ടികളാണ്. മൂത്തോ മുഹമ്മദ് സിനാന്, രണ്ടാമത്തോ മുഹമ്മദ് സിദാന്, പിന്നെ മുഹമ്മദ് കുട്ടിയുടെ ഷിഫാന്, ഷിഹാന്. 4 ആൺകുട്ടികളാണ്, പെൺകുട്ടിയില്ല. പിന്നെ ഞങ്ങളെ കൂടെ കാണുന്ന പെൺകുട്ടി ഞങ്ങളെ അനിയന്റെ മോളാണ്. നമ്മളെ ഷോർട്സിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്നത് അനിയന്റെ മോളാണ്. അവിടെ ഇവിടെ തന്നെ ഉണ്ടാവും എപ്പോഴും. പിന്നെ മൂത്ത മകൻ +2 കഴിഞ്ഞ് ഒരു ചെറിയ ഇൻഡസ്ട്രിയൽ വർക്കിന് പഠിക്കാനും ഒരു ജോലിയൊക്കെ ആയിക്കോട്ടെ അങ്ങനെ പോകുന്നുണ്ട്. രണ്ടാമത്തോന് സിദാന് +2 പഠിക്കുകയാണ്, പുതുപ്പറമ്പ് ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് +2 പഠിക്കുകയാണ്. മൂന്നാമത്തോന് കൊടിഞ്ഞിയില് പള്ളിയിൽ ദർസ് പഠിക്കാനും വേണ്ടിട്ട് കൊണ്ടാക്കിയിട്ടുണ്ട്, മോപ്പ അവിടെയാണ്. 4മത്തോന് ഇപ്പൊ സ്കൂൾക്ക് 3ാം ക്ലാസ്സിലാണ്, ഓനക്ക് 8 വയസ്സ്. അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ വിശേഷങ്ങള്. ബാവാക്ക് ഉമ്മ ഉണ്ട്, അനിയനുണ്ട്, 3 പെങ്ങന്മാരുണ്ട്. എല്ലാരും മൂത്താണ്. പിന്നെ ഒരു അനിയുണ്ട്, അവന്റെ മോളാണ് മോൾട്ടി. എനിക്ക് ഇമ്മ, ഉപ്പ, 3 ആങ്ങളാര്, 5 അനിയത്തിയാള്. ഞങ്ങൾ 9 ആളാണ്. ഞാനാണ് മൂത്തത്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങളെ കുടുംബം. എന്റെ വീട് കുട്ടാട്ട്, ഇവരെ വീട് ഞങ്ങളെ വീട് വയസ്സമ്പടി വീട് വിറ്റിട്ട് പോന്നാണ്. അപ്പൊ 3 പെങ്ങന്മാരെ മൂത്തതാണ് 3 പേരും. അവര് 3 ഭാഗത്ത് കല്യാണം കഴിച്ച് വിട്ടിട്ടുണ്ട്. അവരൊക്കെ ഓരോതായ കാര്യങ്ങളായി കുട്ടികളും കാര്യങ്ങളൊക്കെ ആയില്ല. അപ്പൊ വല്ലപ്പോയൊക്കെ വരുള്ളൂ. അനിയന് മീൻ കച്ചവടം ചെയ്യാൻ നമ്മുടെ അങ്ങാടി തന്നെ കുറുകത്താണില്. അതെ, ഞാൻ ഡ്രൈവറാണ്. എംസാന്റെ മെറ്റീരിയലൊക്കെ വീടിന്റെ മെറ്റീരിയലൊക്കെ അടിച്ചു കൊടുക്കുന്ന ടിപ്പറിലാണ് ജോലി ചെയ്യുന്നത്. ഞാന് ചെറിയ ടൈലറിങ്ങും കാര്യമായിട്ട് അങ്ങനെ. അതാണ് ഞങ്ങളൊരു കുടുംബം, ഞങ്ങളെ ഈ ഫാമിലി. അതെ അതെ. പിന്നെ ഞങ്ങള് ഇവര് ഇവിടെ ഉള്ള ആൾക്കാരല്ല. ഞാൻ ഇവിടെ ഉള്ളതാണ്. ഞാൻ കാലൊടി, ഇവര് ഊരത്തൊടി. നമ്മളെ ഈ ഭാഗത്ത് ഊരത്തൊടി കുറവാണ്, ഇവരേ ഉള്ളൂ. എന്താ വെച്ചാല് ഇവരെ സ്ഥലം പാലക്കാടാണ്. തിരുവകപ്പുറ, പള്ളിപ്പുറം, പാലത്തറ കേട്ടിട്ടില്ലേ? പള്ളിപ്പുറ അഞ്ചുമൂല ഭാഗത്താണ് പാലത്തറ. അങ്ങനെ ഉപ്പ വർഷങ്ങൾക്ക് മുമ്പ് ഇവര് കുട്ടി അവണിന്റെ മുന്നേ ടോട്ടൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പ്, ഉപ്പ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞങ്ങളെ നാട്ടില് വലിയൊരു കാരണവരാണ്, ഇവിടുത്തെ വലിയ പ്രമാണിയായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് പൂഴിത്തറ കോങ്ങാട്ടിൽ മുഹമ്മദ് ഹാജി എന്ന് പറയും. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പണ്ടത്തെ കാലത്തൊക്കെ പട്ടാമ്പിന്നോ ഇവിടുന്ന് മണ്ണാർക്കാട് ജോലിക്ക് വരൂലേ, അതുപോലെ എന്റെ ഉപ്പ ജോലിക്ക് വന്നതാണ്. അങ്ങനെയാണ് ഇവിടെ ഉപ്പ വന്ന് കൃഷിക്കാരനൊക്കെ ആയിരുന്നു. പാടത്തെ പണി, കന്നുകളെ നോക്കുക, അങ്ങനെ പണിയായിരുന്നു.
പിന്നെ കല്യാണം കഴിച്ചതിന് ശേഷം എന്ത് ചെയ്തു, ഉമ്മാനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ ഉമ്മാനെ കൊണ്ടുവരുമ്പോഴേ ഒരു മകളുണ്ടായി. അത് അവിടുന്ന് ഒരു കുട്ടി ഉണ്ടായതിനു ശേഷം ഇങ്ങോട്ട് കൊണ്ടുവന്നാണ്. ഇല്ല പിന്നെ ഉണ്ടായതാണ് ഇവര്. കുട്ടികളെല്ലാരും വന്നാറുണ്ട്. പിന്നെ 2 ജ്യേഷ്ഠന്മാര് മരിച്ചിട്ടുണ്ട്. വെച്ചാല് മൂത്ത വലിയ പെങ്ങളെ നേരത്തെ ആയ ഒരാളും പിന്നെ വേറെ രണ്ടാമത്തെ പെങ്ങളെ അങ്ങനെ 2 പേര് ഒന്നും നമുക്ക് അറിയില്ല, കറക്റ്റ് മരിച്ചിട്ടുണ്ട്. അതൊക്കെ ഉമ്മ വരണം. അപ്പൊ നമ്മള് ഇതിന്റെ ബാക്കി വീഡിയോ ഉമ്മാനായിട്ട് സംസാരിക്കണം. ഞങ്ങള് കുറച്ച് കഥകളൊക്കെ കേൾക്കാൻ, വളരെ ദയനീയ കഥകളൊക്കെ ഉണ്ട്. പണ്ടത്തെ കഥ, എല്ലാരുടെ കഥയും പണ്ട് അല്ലേ ഞങ്ങൾ ജീവിച്ചതെന്ന് വെച്ചാല് ശരിക്കും ഈ നാട്ടുകാരും ഞങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എന്റെ പെങ്ങന്മാരെ കല്യാണം കഴിപ്പിക്കാനും എല്ലാം. ഉമ്മ പറയും നാട് എന്ന് പറഞ്ഞാല് നല്ലൊരു നാട്, എല്ലാവരും ഒരുപാട് സഹായിച്ചൊരു നാടാണ്. അപ്പൊ ഈ ഉമ്മ എന്താ വെച്ചാൽ ഈ അന്യ നാട്ടിൽ വന്ന് നിന്നിട്ട് ഈ ഉമ്മക്ക് സംഭവിച്ച എന്താ പറയുക, ഉപ്പ 40 വയസ്സുള്ളപ്പോൾ ഉപ്പ മരിച്ചത്. ആ സമയം എനിക്ക് 3 വയസ്സ്, അനിയന് 1.5 വയസ്സ്, മുല കുടിക്കുന്ന കുട്ടിയാണ് അനിയന്. ആ സമയത്ത് ഈ അന്യ നാട്ടില് ഈ 5 മക്കളെ ഇട്ടുകൊണ്ട് പീഡിയമുറിയിലായിരുന്നു. അതായത് മൂത്ത പെങ്ങളെ ഉപ്പ കല്യാണം കഴിപ്പിച്ച് വിട്ടിരുന്നു. ബാക്കി 4 മക്കളെയും കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് എന്റെ ഉപ്പ ഞങ്ങളെല്ലാം അല്ലല്ല അങ്ങനൊന്നല്ല, ഞങ്ങളെ എല്ലാരും വിട്ട് എന്റെ പൊന്നുപ്പ വിട്ട് പിരിഞ്ഞു പോവുകയാണ് ഈ 4 മക്കളെയും ഈ പൊന്നുമ്മാന്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കി, അന്യ നാട്ടിലൊന്ന് ഉറ്റവരും ഉടയവരും ആരുമില്ല. പിന്നെ എൻ്റെ ഉമ്മ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയത്. അതിൻ്റെ കഥയെല്ലാം ഇൻഷാ അല്ലാഹ് അടുത്ത വേറൊരു വീഡിയോയിൽ ഞങ്ങൾ പറയാം. ഇപ്പോൾ ഒരുപാട് ലെങ്ത് കൂടും നമ്മൾ ഒന്നിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ വാടക പീഡിയമുറിയിലുള്ള ഞങ്ങളെ പിന്നെ ഒരു 2.25 സെന്റ് സ്ഥലം ഇപ്പോൾ വാങ്ങിയിട്ട് ഉമ്മാന്റെ, ഇപ്പൊ നിന്റെ പണ്ടം ഞാൻ എടുത്ത പോലെ ഉമ്മാന്റെ കാതിൽ ഇതൊക്കെ ജിമിക്കി എന്നൊക്കെ പറയാക്കെ എടുത്താണ്. അല്ല ഫ്രീ കൊടുത്തല്ല, അങ്ങനെയാണ് അങ്ങനെയൊക്കെ എടുത്താണ് ഇവിടെ നമ്മൾ വീട് വെക്കുന്നു. അതിന്റെ അതൊക്കെ പറഞ്ഞാല് ഒരു ഉമ്മമാർക്കും ഒരു സ്ത്രീക്കും അങ്ങനത്തെ ഒരു അവസ്ഥ അള്ളാഹു തരാതിരിക്കട്ടെ. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഇവര് ബാവ എന്നോട് കുറെ കഥകള് ഉമ്മാന്റെ കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ഇരുന്നാണ് തൊലോലിച്ച്. ഞാൻ തൊലോലിച്ച്, എനിക്ക് അത്രക്കും സഹിക്കാൻ പറ്റിയില്ല. എന്റെ ഉമ്മ സഹിച്ച പോലുള്ള ദുനിയാവിൽ ഒരു സ്ത്രീ സഹിച്ചിട്ടുണ്ടാവും എനിക്ക് അറിയില്ല. ഞാനൊരു ഉമ്മ ആയിട്ടില്ല, ഞാൻ കല്യാണം കഴിഞ്ഞ ആ ഒരു ഇതിലാണ്. പക്ഷെ എനിക്ക് അപ്പോഴും കേട്ടപ്പോ ഞാനവിടെ ഇരുന്ന് തൊലോലിച്ചു. അവസ്ഥയാണ് അത്. ശരിക്കും ഉമ്മ ഉള്ളപ്പോഴേ പറയാൻ കഴിയുള്ളൂ. പക്ഷെ അത് കൂടുതൽ അങ്ങോട്ട് ചിന്തിക്കലില്ല ചേട്ടാ. അങ്ങനത്തെ അവസ്ഥകൾ ആർക്കും ദുനിയാവിൽ അള്ളാഹു തരാതെ. അന്നത്തെ എന്റെ സിറ്റുവേഷൻ, ഞങ്ങളെ സിറ്റുവേഷൻ ആലോചിക്കുകയാണെങ്കിൽ ഇന്ന് ഞങ്ങൾ കുറെ ലോണും കാര്യമൊക്കെ ഉള്ള കടമൊക്കെ ഉള്ള വീടാണെങ്കിലും ഞങ്ങളിന്ന് വലിയ മാളികയിലാണ് താമസിക്കുന്നത്. അത് എനിക്ക് ഒറ്റ കാരണം എൻ്റെ പൊന്നുമ്മയാണ്. അതുപോലെ തന്നെ ഈ നാട്ടുകാരും എല്ലാവരോടും കടപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു തആല ആർക്കും അങ്ങനത്തെ ഒരു അവസ്ഥ കൊടുക്കാതിരിക്കട്ടെ. അപ്പൊ എന്റെ ഉമ്മയും ഞങ്ങളൊക്കെ ജീവിച്ച അതെ ഉമ്മക്ക് അന്യനാടും ഒരിക്കലും പരിചയമില്ലാത്ത നാടും ഉപ്പാന്റെ കൂടെയുള്ള ആ ജീവിതം. ഉമ്മ ഇപ്പാന്റെ കൂടെയുള്ള ഉമ്മ പുറത്തേക്ക് ഇറങ്ങാത്ത അങ്ങനത്തെ ഒരു ഉമ്മയായിരുന്നു. ആ ഉമ്മാന്റെ അവസ്ഥ പിന്നെ എന്തായി നിങ്ങൾ അടുത്ത സ്റ്റോറിയിൽ കേട്ട് കഴിഞ്ഞാൽ കേൾക്കാൻ കഴിയൂല. അതെ അങ്ങനത്തെ ജീവിതം. അപ്പോ നിങ്ങളെ പറഞ്ഞ് ഇതാക്കല്ല, നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മറച്ചു വെക്കേണ്ട കാര്യമില്ല. നമ്മളെ വീടിന്റെ ഉമ്മ ജോലിക്ക് പോണ വീടിന്റെ അടുക്കള ഭാഗത്ത് തൊഴുത്തിന്റെ ഭാഗത്തൊക്കെ പോയിട്ട് ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് കൂടുതൽ അതിനെ പറ്റിയൊന്നും ഇപ്പോൾ പറയാൻ കഴിയൂല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാഹ് നമ്മളെ ടോട്ടലി സ്റ്റോറി പാലക്കാട് ഡിസ്ട്രിക്റ്റുകാരനായ മുസ്തഫ, എൻ്റെ ഉമ്മ, ഞങ്ങളെല്ലാം എൻ്റെ അനിയൻ എല്ലാവരും എങ്ങനെയാണ് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഇവിടെ ജനിച്ചു വളർന്നത്. അല്ല, അതെൻ്റെ ഉമ്മ പാലക്കാട് ഡിസ്ട്രിക്റ്റിലുള്ള എൻ്റെ ഉപ്പയും ഉമ്മയും അയക്കുണ്ടായ മക്കളാണ് ഞങ്ങൾ. അപ്പൊ ഞങ്ങൾ ശരിക്കും എങ്ങനെയാണ് ഇവിടെ വന്നത്, എന്തായാലും ഒരുപാട് കഥകളുണ്ട്. എൻ്റെ ഉപ്പ ഒരുപാട് പ്രതീക്ഷയിലായിരിക്കാം ഇവിടെ വന്നുകൊണ്ട് ഈ പണിയൊക്കെ എടുത്ത് ഇവിടെ നിന്ന്. പക്ഷെ 40 വയസ്സെന്ന് വെച്ചാൽ 40 വയസ്സിൽ ഉപ്പ പോവാണ് എല്ലാരും വിട്ടുകൊണ്ട്. ഉമ്മക്ക് 35. അപ്പൊ അങ്ങനെ ചിന്തിച്ചു നോക്കുകയാണ് എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടിരുന്ന ആ ഉപ്പ. അപ്പൊ പിരിഞ്ഞു പോയി. അവന്റെ ഉപ്പ കണ്ട് എല്ലാരും തോർക്കണം, ഖബർ വിശാലമാക്കട്ടെ, സന്തോഷം നൽകട്ടെ. ഓരോ വെള്ളിയാഴ്ചയും പോകാത്തൊരു ജുമാ എനിക്കില്ല. അപ്പൊ അഥവാ വണ്ടിയിലൊക്കെ പോയി എവിടെയെങ്കിലൊക്കെ പോയി സുയിപ്പ പണി വൈകുന്നേരമെങ്കിലും ഞാൻ പോകാൻ എനിക്കൊരു സമാധാനം കിട്ടൂല. എൻ്റെ ഉപ്പാനെ ശരിക്കും കണ്ടൊരു ഓർമ്മ എനിക്കില്ല. എന്താ വെച്ചാൽ 3 വയസ്സല്ലേ, എന്തോ ഒരു രൂപം, ഒരു സ്വപ്നം കണ്ട രൂപം മാത്രമേ എനിക്കുള്ളൂ. അപ്പൊ എങ്കിലും കൂടിയിട്ട് ഓരോ ഉപ്പമാരൊക്കെ കാണുമ്പോൾ എനിക്ക് സങ്കടമാണ്. ഞാനത് ആസ്വദിച്ചില്ല. ഉപ്പാനെ ഞാൻ ആസ്വദിച്ചിട്ടില്ല. അറിയില്ല, എനിക്ക്
ഉപ്പ എന്താന്ന് എനിക്കറിയില്ല. മക്കളെ കൊണ്ട് പറിച്ചു ഞാൻ ഇപ്പാനെ ആസ്വദിച്ചിട്ടില്ല, എന്റെ കുട്ടികൾക്ക് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ, അങ്ങനൊക്കെ ഓരോ ചിന്തയാണ് ആക്ക്. എന്താ ഇപ്പ എന്താണ് ഇപ്പാന്റെ സ്നേഹം എന്താണെന്നുള്ളത് ഓരോരുത്തരത്തിലും കണ്ടിട്ടുള്ളൂ, മറ്റുള്ളവർ ചെയ്യണല്ലേ കണ്ടിട്ടുള്ളൂ, പല ഭാഗങ്ങളിലും അനുഭവിച്ചിട്ടില്ലല്ലോ. പല ഭാഗങ്ങളിലും ചില ഭാഗങ്ങളിലും ചില മക്കളൊക്കെ ഉപ്പ അങ്ങനെയാണ്, ആ തന്ത അങ്ങനെയാണ്, തന്ത എങ്ങനെയാണ്. എന്താ വെച്ചാൽ ഞാനെന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം എന്താന്ന് അറിയില്ല എനിക്ക്. ഇന്നെ അങ്ങനെയല്ല എന്റെ ഇപ്പൊ വളർത്തിക്കണേ, നല്ല അടിപൊളിയായിട്ട് വളർത്തിണ്ടാക്കിയതാണ് എന്നെ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇവര് കാര്യങ്ങൾ പറയുമ്പോളേ ആകെ ടെൻഷനാവും, ഇങ്ങനെ ജീവിതം ഉണ്ടാകുന്ന അതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടാ. ഉപ്പ എങ്ങനെയാണ്, എന്താണ് ഉപ്പ, നമ്മള് ഉപ്പ എന്താണെന്നൊന്നും അറിയില്ല ശരിക്കും. ഉപ്പ ഉമ്മയൊക്കെ ഉമ്മയായിരുന്നു, എല്ലാം അമ്മ എല്ലാവരും ബാക്കിക്കാരൊക്കെ. ഞങ്ങൾക്ക് അങ്ങനെ കൂടുതൽ ആ സമയത്ത് ഞങ്ങളെ സഹായിക്കാൻ ശരിക്കും ഞങ്ങളെ ഈ നാട് ഇപ്പൊ താമസിക്കുന്ന നാട്ടിൽ ഞങ്ങളെ റിലേഷനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അപ്പോ എല്ലാവർക്കും നമ്മളെ സഹായിക്കാൻ പറ്റിയ അവസ്ഥയല്ലല്ലോ, ഒരു ഇതുണ്ടല്ലോ ശരീരം കൊണ്ടോ എങ്ങനെയെങ്കിലും ഒരു രീതിയിലും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ ഒറ്റപ്പെട്ട ജീവിതം ഒരുപാട് ഉപ്പാനപ്പ ഉണ്ടായിരുന്നു കുറെ കാലം. ഉപ്പാനപ്പ കാരണം ഇമ്മ കഥക്ക് എന്നോട് പറഞ്ഞ ഫുള്ള് ഇമ്മ പറഞ്ഞു ഇങ്ങനെ ഓരോ കഥകള്. അപ്പൊ ഏതായാലും അതൊക്കെയാണ്. പിന്നെ ഈ നാട് എന്ന് പറഞ്ഞാൽ ഇവരെ ഒരുപാട് സഹായിച്ച നാടാണല്ലേ, ഒരുപാട് സഹായിച്ചു. എന്റെ പെങ്ങന്മാര് ഞങ്ങളൊക്കെ ചെറുതല്ലേ, ഞങ്ങൾ പെങ്ങന്മാരെ പിന്നെ 3 പെങ്ങന്മാർ, ഒരു പെങ്ങളാണ് ഉപ്പ കല്യാണം കഴിപ്പിച്ചത്, പിന്നെ 2 പെങ്ങന്മാരാണ്. ഞങ്ങളൊക്കെ ചെറുതാണ്, ചെറിയ കുട്ടികളാണ്. ബാക്കി നാട്ടുകാരാണ് കല്യാണം കഴിച്ചത്. ഒരു പെങ്ങളെ കല്യാണം കഴിച്ച ജ്യേഷ്ഠത്തിന്റെ മോനാണ്. വേറൊരാളെ ഇവിടെ തലക്കെടുത്തൂര് ഇങ്ങോട്ട് നമ്മളെ എടുക്കാൻ. അതൊക്കെ നാട്ടുകാര് എനിക്ക് തോന്നുന്നില്ല ഇതുപോലെ വേറെ നാട്ടുകാർ ചെയ്യുന്നുള്ളത്. ഞാൻ ആരും താത്തി പറയില്ല കേട്ടാ, കാരണം അത്രയും നല്ല നാടാണ്. വലിയ ഞാൻ ഇവിടെ വീട് വിൽക്കണെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല നമ്മളെ നാട് വിട്ട് പോകരുതിട്ട, ഈ പരിധിയിൽ വേണട്ടാ. അതെ അതെ, അത് ഞങ്ങൾ ആരും പേരൊന്നും എടുത്ത് പറയണില്ല, അത്ര നല്ല നാടാണ്. അപ്പൊ ഏതായാലും ഇനി ആർക്കും അങ്ങനത്തെ ഞങ്ങളൊക്കെ വെച്ചാലേ എത്തിമക്കളെ പറയില്ല, ഇപ്പൊ അതൊന്നും ആരും കെയർ ചെയ്യണില്ല. പണ്ടത്തെ കാലത്തൊക്കെ എത്തിമക്കൾക്ക് നേർച്ച നേരെ അവരെ ഫുഡ് കഴിക്കാൻ വിളിക്കുക. ഞങ്ങളൊക്കെ എന്താണ് വെള്ളിയാഴ്ച ദിവസം 2-3 വീട്ടിലേക്ക് സഞ്ചി പിടിച്ചുകൊണ്ട് അരി വാങ്ങാൻ പോകും, ഞങ്ങൾക്ക് അരിക്ക് വേണ്ടിയിട്ട്. അപ്പോ അത്രയും ഓരോ വീട്ടിൽ ചോറ് ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോ അങ്ങനെ പോകും. അപ്പൊ ഇമ്മ നേരം വെളുത്താല് ഇവരാക്കിയിട്ട് ജോലിക്ക് പോയിട്ട് വൈകുന്നേരം വന്നിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കല്. അത് ഒരിക്കലും വീട്ടിനുള്ളിൽ ഭക്ഷണം ഇല്ല, അതൊരിക്കും വിശന്നിരിക്കുക. ഞങ്ങള് ചിലപ്പോ എന്തെങ്കിലും തലേന്ന് ഉണ്ടാക്കിച്ചത് എന്തെങ്കിലും ഉണ്ടാവും, ചിലപ്പം ചോറ് എന്തെങ്കിലും ഒരു കറി ഉണ്ടാവും. പണ്ടത്തെ കാലത്ത് അതേ ഉള്ളൂ എങ്കിലും കൂടിയിട്ട്. അപ്പൊ ഈ ഉമ്മ ശരിക്ക് വരുമ്പോ ഒരു രംഗം കിട്ടാ. അതായത് ഉമ്മ ചിലപ്പം തോട്ടത്തില് ഈ കൊടി ഇറക്കാന്നൊക്കെ പറയില്ല, അപ്പൊ പുല്ല് പറിക്കാനുള്ള പണിക്കൊക്കെ പോവും, പുല്ല് പറിച്ച് അവിടെ ക്ലീൻ ചെയ്യാന്. അപ്പൊ അതൊക്കെ കഴിയുമ്പോ ഈ ഉമ്മക്ക് ചിലപ്പം ചായക്കടി കൊടുക്കുമല്ലോ, ഇവിടെയൊക്കെ അധികം പുട്ട് പഴം അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ദോശ. അപ്പൊ ഈ സാധനം ഈ ഉമ്മ കഴിക്കൂല കറക്റ്റ്. ഈ ഞാനും അനിയനും പെങ്ങള് പിന്നെ വേറെയും കുറച്ച് വലുതായപ്പോൾ ചെറിയ ജോലിക്കൊക്കെ പെങ്ങളും പോയി. പക്ഷെ ഞാനും അനിയനും വീട്ടിലുണ്ടാവും. അപ്പൊ ഈ അനിയനോ എനിക്കും തരാൻ വേണ്ടിയിട്ട് ഈ ഉമ്മ ശരിക്കും കഴിക്കാതെ, പണ്ടത്തെ കാലത്ത് നമ്മൾ തുണിയാണല്ലോ എടുത്തിരുന്നത്, ഒരു പുള്ളി തുണി ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നത്. ആ തുണിയിൽ ഇങ്ങനെ തിരിയിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്കറിയാം ഇത് ഉണ്ടാവുന്നില്ല. അപ്പൊ ഈ ഉമ്മ ഇതിങ്ങനെ വരുമ്പോ ഉണ്ടാവും. അപ്പൊ ഈ തോട്ടത്തിൽ നിന്ന് ഈ കൊടി ഇറക്കാൻ വേണ്ടിയിട്ട് ചെയ്യുമ്പോ പഴയ അതിന്റെ ചോട്ടിലുള്ള വിറക് ഇതൊക്കെ ഉണ്ടാവില്ല, തോലിട്ടത്. അപ്പൊ അതൊക്കെ ഉണങ്ങിയിട്ടുണ്ടാവും. അത് ഒരു കെട്ടും തലയിൽ വെച്ചുകൊണ്ടാണ് കത്തിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ വീട്ടിലേക്ക് വരിക. അപ്പൊ ഇത് ഇറക്കി ഒന്ന് വെക്കുന്നതിന് പകരം ഞാനും എൻ്റെ അനിയനും ചെയ്യലെന്താണ്, ഈ മടിയിൽ ഇത് തപ്പലാണ്, തിന്നാനുള്ളത് എന്താണ്. അപ്പൊ ഇത് മടിയിൽ നിന്ന് തിന്നാ ഉമ്മ പറയും, എൻ്റെ മക്കളെ നിങ്ങൾ ആദ്യം ഇതൊന്ന് ഇറക്കി തരും, ഇങ്ങനെ തിന്നാനുള്ള എൻ്റെ മടിയിലുണ്ട്, ഞാൻ തരാം. ഞാന് ഒരുപാട് മുമ്പ് പറഞ്ഞതാണ്, എനിക്കിത് കേൾക്കുമ്പോ ഭയങ്കര ടെൻഷനാ, കണ്ണിന്നിട്ട് വെള്ളം വരിക്ക്. അപ്പൊ അതൊന്നും മറക്കാൻ കഴിയൂല. അപ്പൊ അങ്ങനൊന്നും നമ്മക്കാർക്കും തരാതിരിക്കട്ടെ അല്ലാവും. അതെ, എന്നുവെച്ചാ അന്നൊക്കെ വല്ലാത്തൊരവസ്ഥയാണ്. പക്ഷെ നമ്മൾ അന്നത്തെ ഇന്ന് അൽഹംദുലില്ലാ ഈ രീതിയിലൊക്കെ നമ്മൾ ഇങ്ങനെ എത്തി. കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും, കടമില്ലാത്ത മനുഷ്യന്മാര് കുറവാണ്. ഏതായാലും എല്ലാരും കടങ്ങളെ അതെ, കാരണം ആ ഉമ്മ എന്ന് വെച്ചാല് അങ്ങനത്തെ ഒരു ഉമ്മ. നമ്മള് എല്ലായിടത്തും ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് പോലും ഒരുപാട് കഷ്ടപ്പെട്ടു. കാരണം ഈ ഉമ്മാനെ ഒരാങ്ങളെ ഉമ്മാക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആ ആങ്ങളെ വന്ന് എന്ത് ചെയ്തു, നാട്ടിൽ കൊണ്ടുപോകാൻ നോക്കി വേറെ കല്യാണം കഴിപ്പിക്കാൻ. അപ്പോൾ നേരെ ഉമ്മ പറഞ്ഞാണ്, ഞാൻ വേറൊരു കല്യാണം കഴിച്ചാൽ എൻ്റെ കുട്ടികളെ ആര് നോക്കും, എൻ്റെ കുട്ടികളെ ഞാൻ നോട്ടം കുറയും. അത് മാത്രമല്ല എൻ്റെ ഭർത്താവ് ഇവിടെ ഈ പള്ളിത്തൊട്ടിലാണ് കിടക്കുന്നത്, അതുകൊണ്ട് ഞാൻ എവിടേക്കില്ല. എൻ്റെ കുട്ടികൾക്കും ആ പള്ളിത്തൊട്ടിലുള്ള ഭർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കും, ഇവിടെ ഞാൻ അധ്വാനിച്ച് ജീവിക്കും, എനിക്ക് ആരും വേണ്ട.
എന്ന് പറഞ്ഞ് എന്റെ കുട്ടിയേക്കും പോയില്ല. പടപ്പൊരുതി ജീവിച്ച് കാണിച്ചു കൊടുത്ത ആൾക്കാർക്ക് മനസ്സിലായോ? അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ആരും എത്തിമക്കളാക്കാതിരിക്കട്ടെ. ഓരോ അങ്ങനെ ആരെങ്കിലും കണ്ടാ എനിക്ക് സഹിക്കൂല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഉപ്പ എന്താന്ന് എനിക്കറിയില്ല. ആരാണ് ഉപ്പ? ഇപ്പോൾ ഈ മക്കളെ കുറിച്ച് എന്റെ കുട്ടികൾ എന്നെ പോലെ ആവാൻ പാടില്ല. എന്റെ കുട്ടികൾക്ക് ഞാൻ ഇപ്പം ഇല്ലാതെ വന്നതാണ്. ഇപ്പൊ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അപ്പോഴും പറിച്ചു ഞാൻ എന്റെ കുട്ടികൾ ഇങ്ങനെ ഒരു ടെൻഷനാണ് ആലോചിക്കുമ്പോഴേ. ഞാൻ മര്യാദക്ക് എനിക്ക് ഓലെ നോക്കാൻ പറ്റണില്ല. ഞാൻ പിന്നെ ഇവളോട് പറയും, മക്കളോട് ഞാൻ പെരുമാറുന്നതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ എനിക്കറിയില്ലോ എങ്ങനെയാണ് ഉപ്പ പെരുമാറാന്ന്. അത് ഞാൻ അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് എന്നോട് പറയും ഇതിലൊക്കെ സ്ട്രോങ്ങിലൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയില്ലട്ടാ. അപ്പൊ ഞാൻ പറയാം സാറില്ല, കുട്ടികൾക്ക് അറിയപ്പാനെ പറ്റി. കാരണം എന്നോട് ഇപ്പൊ സംസാരിച്ചാണ്ട് എങ്ങനെയാന്ന് എനിക്ക് അറിയില്ലോ. അപ്പൊ ഞാൻ ഈ പുറമെ കണ്ടിട്ടുള്ള ഓരോ രീതിയിലല്ലേ കണ്ടിട്ടുള്ളൂ. അതേ ഉള്ളൂ. അപ്പോ ഏതായാലും വീഡിയോ ഒക്കെ നിങ്ങള് ഷെയർ ചെയ്യോണ്ട്. ഇതിന്റെ ബാക്കി കുറച്ച് കഥകൾ ഇമ്മാനായിട്ട് ഉമ്മ കൂടി ഉണ്ടാവുമ്പോഴേ ഈ കഥ അറിയുള്ളൂ. ഈ കഥ മുഴുവനാണെങ്കിൽ ഇമ്മ വേണം. കഥ മുഴുവൻ എനിക്കും അറിയില്ല മുഴുവൊന്നും. അത് എന്തൊക്കെയാണ് പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷെ ഇമ്മാന്റെ അടുത്താണ് ഫുള്ള് കഥ. ഇമ്മ ഇപ്പൊ മറന്നുകളാന്ന് നിങ്ങൾക്ക് അറിയാം. ദുനിയാവിൽ അനുഭവിച്ച കാര്യം മറക്കാൻ പറ്റില്ല. മറന്നിട്ടില്ല. ഇടക്കിടക്ക് ഉമ്മ പറയും. അപ്പൊ ഏതായാലും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ചാനൽ ആദ്യമായിട്ട് കാണാൻ ജോലി ചെയ്ത സ്ഥലങ്ങളും കാണിച്ചു വീഡിയോ എടുത്തിട്ട് കാണിച്ചിട്ടുണ്ട്. അതിന്റെ ഫസ്റ്റ് ഒരു തുടക്കമായിട്ട് നിങ്ങളോട് പറഞ്ഞതാണ് കുറച്ച് കാര്യങ്ങള്. അത് എന്താ പറയാ, നമുക്ക് ഇതിനെക്കാട്ടി ടെൻഷനാണ് കേൾക്കാൻ പോകുന്നത്. ഇനിയുള്ള കഥകൾ ഇതിനെക്കാട്ടി ടെൻഷനുള്ള കഥകളാണ്. അമ്മാന്റെ ആയുസിനും വേണ്ടി എല്ലാരും നോക്കണം. ഇന്നുവരെ സുഖം എന്താണെന്ന് അനുഭവിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. കാരണം എല്ലാം മുറിയോളം പണിയെടുത്ത് ഇത്രയും കാലം ഇപ്പോഴും ശരിക്കും ഞങ്ങളെ കൊണ്ട് ഉമ്മാനെ നല്ലപോലെ ഒന്ന് നോക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും പ്രാരാബ്ദവും കടം. അപ്പൊ ഒന്നും ഉണ്ടായിട്ടില്ല. ഉമ്മ ഇപ്പൊ നല്ലൊരു ജീവിതം ജീവിച്ചിക്കണ മുമ്പ് ചെറുപ്പത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ എന്റെ കുട്ടികളെ വലുതായാല് ഞാനൊരു ഇതിലാവും. പക്ഷെ മക്കള് വലുതായിട്ടും നല്ലൊരു നിലയിൽ എത്താൻ പറ്റിയില്ല. പഠിക്കാൻ പോലും ഇവർക്ക് പറ്റിയിട്ടില്ല. അപ്പൊ അതിന്റെ കഥയൊക്കെ അതൊക്കെ പഠിക്കാൻ പോകാൻ പറ്റാത്ത കഥയൊക്കെ പറഞ്ഞാല് ആകെ അന്തം വിടും. നമ്മളെ മക്കളൊക്കെ അന്ന് സ്വർഗത്തിലാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഒരുപാട് വിഷമമുള്ള കാര്യങ്ങൾ. അതൊന്നും ഇങ്ങോട്ട് പറയാൻ ഉദ്ദേശിച്ചല്ല. പിന്നാലും എല്ലാം ഇങ്ങോട്ട് തുറന്ന് പറയണല്ലേ. അപ്പൊ ഇതും നമ്മളെങ്ങനെയാണ് എനിക്കൊന്നും അങ്ങനത്തെ കഥ ഒന്നും ഇല്ലട്ടാ. എനിക്കൊക്കെ നല്ല സന്തോഷമുള്ള കഥയെ പറയാനുള്ളൂ. എന്റെ ഇപ്പാനെ കുറിച്ച് പറയുമ്പോളേ 100 നാവാണ്. ഇപ്പ എങ്ങനെ നോക്കിയെന്നുള്ളത് ഞാൻ അനുഭവിച്ചതാണ്. ഞങ്ങളെ പുറത്ത് കാണുന്നവർക്ക് ഞങ്ങൾ പച്ചപ്പാവങ്ങളെന്ന് വെച്ചാല് കന്നച്ചോടാണ്. അസീന് തോന കുട്ടികളാണ്. അങ്ങനെ പുറത്തുള്ളവരെ കണ്ടില്ലേ, ഇവിടെ കുറെ ആൾക്കാരെ കണ്ടില്ലേ, ഞങ്ങൾ പച്ച പാവങ്ങളെന്നെ. പക്ഷെ ഞങ്ങളെ വീടിന്റെ ഉള്ളില് അങ്ങനത്തെ അന്നത്തെ കാലത്ത് അങ്ങനെ കഴിയുന്നുണ്ടാവില്ല. അങ്ങനെ രാജാക്കന്മാരുടെ ജീവിതം, നല്ല അടിപൊളി ഫുഡ്. എൻ്റെ ഉപ്പ ശനിയാഴ്ച ചന്തക്കിന് പോയിട്ട് കുറച്ച് വലിയ വലിയ മീനും അതും ഇത് നല്ല ഫുഡ് ചെയ്യുന്നത്. പുറത്തേക്ക് കാണുന്നവർക്ക് ഞങ്ങള് കന്നച്ചോടാണ്. പശുവിനെ നോക്കാൻ നടക്കണ മക്കള്. ഞാനൊക്കെ 9ാം ക്ലാസ് വരെ പശുവിനെ നോക്കാൻ നടന്നേക്കണ്. കാളൻ ഇതൊക്കെ ആയിട്ട് പുറത്ത് പശുവിനെ നോക്കാൻ നടന്നിട്ട് ഇമ്മ പറഞ്ഞേ ഇപ്പാനോട്, ഒന്നിനത്ര പോകുന്ന പെൺകുട്ടിയാണ്, അതിനായിട്ട് ഇനി പശുവിനെ കൊണ്ടെടുക്കാൻ പറ്റൂല അറിഞ്ഞാണ്ട്. അങ്ങനെ ഞങ്ങള് അപ്പൊ എല്ലാവർക്കും തോന്നും ഇവര് ഭയങ്കര കഷ്ടപ്പെട്ടു. പക്ഷെ ഞങ്ങളെ പേരൻ്റെ ഉള്ളിൽ അടിപൊളി ജീവിതമാണ്. അങ്ങനെ ജീവിച്ച അപ്പൊ അങ്ങനെ ജീവിച്ചവർക്ക് ഈ വേദന അറിയില്ല. പക്ഷെ എന്നാലും എനിക്കത് ആലോചിക്കുമ്പോ സങ്കടമാണ് ഇവര് പറഞ്ഞു കേൾക്കുമ്പോഴേ. അപ്പൊ ബാക്കി നാളെ ഞങ്ങള് ഇമ്മാനായിട്ടുള്ള കുറച്ച് കഥ, ഇമ്മാനായിട്ട് ഈ കഥ പൂർത്തിയാവണമെന്നുണ്ടെങ്കിൽ ഇമ്മ വേണം. ഉമ്മാക്ക് ബാക്കി കാര്യങ്ങൾ ഫുള്ള് അറിയുള്ളൂ. കാരണം ഞാൻ ഉമ്മ പറഞ്ഞ ഉപ്പ മരിക്കുമ്പോൾ എനിക്ക് മരിക്കുമ്പോൾ 3 വയസ്സല്ലേ ഉള്ളൂ. അപ്പൊ അതിനുള്ളൊരു അറിവുകളെ കേട്ടറിവും കാര്യം എനിക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ അവിടെ നിന്ന് ജീവിച്ചത് ഞാൻ പറഞ്ഞില്ലേ ഒരു ജീവിതമായിരുന്നു. അതിന് ഒരുപാട് കഥ ഉണ്ട്. കേട്ട് നമുക്ക് ഒരാൾക്കും ആ ഒരു വിധി കൊടുക്കല്ലേ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. എവിടെങ്കിലും ഒരു എത്തിയം കുട്ടീനെ കണ്ടാൽ പിന്നെ അത്രക്കും സങ്കടമാണ്. എത്തിയുമായി അനുഭവിച്ചതാണ്. റസൂല് പറയും എത്തിമോനെ കൂട്ടുപിടിച്ച ഞാനും ഇങ്ങനെ. എന്താ ചെയ്യാ, റസൂൽ എത്തിയുമാണ്. അപ്പൊ അത് അനുഭവിച്ചവർക്ക് അത് അറിയുള്ളൂ, അല്ലാത്തവർക്ക് അറിയില്ല. ഒരു ഇപ്പാന്റെ കൂടെ ജീവിച്ച ഒരു വ്യക്തിക്ക് ഇപ്പം ഇല്ലാത്തവന്റെ ജീവിതം അറിയില്ല. അത്രക്കും കഷ്ടപ്പെട്ടതാണ്. ഇയാളോട് അത് ഞാൻ പിന്നെ പറയാതിരിക്കണേ. എന്താ വെച്ചാൽ ഒന്നും ഉണ്ടായിട്ടില്ല, ലെങ്ത് ഇങ്ങനെ കൂടുന്നുള്ളവർക്ക്. അപ്പൊ ഞങ്ങൾ കുറച്ചിങ്ങനെ കുറച്ച് വലുതായി ഉണ്ടാവണം. അതാണ് ഓർമ്മ. അവിടെ ഇന്നത്തെ കാലത്തെ പോലല്ല അന്ന് എല്ലാവരും ഒന്നും പാൻറ് ഇടൂല. അപ്പൊ അന്നത്തെ കാലത്ത് ചില കുട്ടികളൊക്കെ പാൻറ് ഇട്ട് കാണുമ്പോൾ ഞങ്ങൾക്ക് പാൻറ് ഇടണം.
മനസ്സിലായ? നമ്മൾ ഈ പുള്ളിത്തുണി ഇതൊക്കെ എടുത്ത് നടക്കില്ലേ, ചിലപ്പോൾ ഷർട്ട് ഉണ്ടാവില്ല, ചിലപ്പോൾ കീറിയ ഷർട്ടൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഈ ഉമ്മാനോട് ചോദിക്കാൻ പാടില്ല, ഈ ഉമ്മ എവിടുന്ന് തരുമെന്ന് അറിയില്ല. അപ്പോൾ ഈ ഉമ്മാനോട് ഞങ്ങൾ കരയാണ്, ഉമ്മ എനിക്ക് പാൻറ്റ് വാങ്ങണം, പാൻറ്റ് വേണമെന്ന് പറഞ്ഞ് കരച്ചില, ഒരേ കരച്ചിൽ. പക്ഷെ ഇതിനാണെങ്കിലോ വാങ്ങിത്തരാൻ കഴിയൂല. അപ്പോൾ ഈ പാവം ചെയ്ത പണി എന്താ വെച്ചാൽ, പാറയിൽ മുഹമ്മദ് കുട്ടിയാജി എന്ന് പറയും, പാലച്ചിറമാട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ മകനോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അവർക്ക് വീട് പണി നടക്കുമ്പോൾ ഞാൻ അവിടെ എംസാലിയിട്ട് പോയിരുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളെ വീട്ടിൽ നിന്ന് പാൻറ്റ് വന്നിട്ടാണ് ഞാൻ ആദ്യം ഇട്ടിക്കണമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഈ ഉമ്മ 3.5-4 കിലോമീറ്റർ നമ്മളെ വീട്ടിൽ നിന്ന് എടരിക്കോട് പാലച്ചിറമാട് ഈ പാറയിൽ മുഹമ്മദ് കുട്ടിയാജിൻ്റെ വീട്ടിൽ ചെന്നിട്ട് എൻ്റെ കുട്ടിയേക്ക്, അതെ, എൻ്റെ കുട്ടിയെ ഇങ്ങനെ പാൻറ്റിന് ആഗ്രഹം പറഞ്ഞു, എനിക്ക് പാൻറ്റ് വേണമെന്ന് പറഞ്ഞു. ആ വീട്ടിൽ നിന്ന് അവർ തന്ന പാൻറ്റാണ് ഞാനും എൻ്റെ അനിയനും ആദ്യമായിട്ട് ഇട്ടിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ ഈ ഉമ്മാനോട് നമ്മൾ ചോദിക്കാൻ പാടില്ലായിരുന്നു, ഈ ഉമ്മ എവിടുന്ന് തരും, എങ്ങനെ വാങ്ങിത്തരും എന്നറിയില്ല. ജ്യേഷ്ഠന്മാരില്ല, ഉപ്പയില്ല, ഉമ്മയും ഉപ്പയും ജ്യേഷ്ഠന്മാരും എല്ലാം ആരാണ്? ഈ ഉമ്മയാണ്. മനസ്സിലായ? അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് കഥ ഉണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ചതാണ്. അപ്പോൾ എല്ലാവരും അപ്പൊ അടുത്ത വീഡിയോക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യാം. ഇമ്മാനെ കൂടിയിട്ട് കഥ പറയാം, ബാക്കി കഥ എല്ലാം. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. അപ്പൊ ഇതാണ് ശരിക്കും ഭാവ, ശരിക്കും ഇപ്പത്തെ ഈ ശരിക്കണ ഭാവല്ല, ഈ ഭാവന്റെ ബാക്കിൽ ഒരുപാട് കഥകളുണ്ട്, സങ്കടത്തിന്റെ കഥകൾ ഒരുപാടുണ്ട്. അപ്പൊ നമുക്ക് ആർക്കും ഇങ്ങനത്തെ ഒരു വിധി തരാതിരിക്കട്ടെ. ഉമ്മാനും ഇപ്പാനും കൂടെ ജീവിക്കാനുള്ള വിധി എല്ലാ മക്കൾക്കും കൊടുക്കട്ടെ അല്ലാഹു. അപ്പൊ എല്ലാവരും ഇപ്പാരും ആയുസിന് നേടിത്തരും. ഇപ്പാരില്ലാത്ത ജീവിതം, ഭർത്താവില്ലാത്ത ജീവിതം, അതൊന്നും ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. ഒറ്റക്കൊന്നും ഒരു പെണ്ണിനും ജീവിക്കാൻ പറ്റില്ല. പെണ്ണുങ്ങൾ പറയും ഞാൻ ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നൊക്കെ, ഒരിക്കലും കഴിയൂല. ഞാൻ എപ്പോഴും പറഞ്ഞതാണ്, ഒരു ആണിന്റെ തണലില്ലാതെ ഒരു പെണ്ണിന് ജീവിക്കാൻ പറ്റില്ല. ആ പെണ്ണിനെ പിന്നെ ഒരു വേറൊരു കണ്ണോണ്ട് ഒരു ദുനിയാവിലെ ആൾക്കാർ കാണുള്ളൂ. അപ്പൊ ആ ഒരു വിഷമവും ഞങ്ങളമ്മ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഭർത്താവില്ലാതെ അങ്ങനത്തെ ഒരു കണ്ണോണ്ട് കണ്ടു കാണും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. സ്വാഭാവികമാണല്ലോ. നമുക്ക് ആ കഥക്കെ ഇങ്ങനെ ഞങ്ങളോട് പറച്ചിലുണ്ട്. അപ്പൊ അതാ പറഞ്ഞപ്പോ നാളെ ഈ വീഡിയോ തുടരും. അത്രേ ഉള്ളൂ. ഇനിയും ബാക്കി കഥകളായിട്ട് നാളെ വരാം ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും ബൈ ബൈ.